എൻ്റെ ഈശോയെ, നിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് തൻ്റെ മലയിലെ പ്രസംഗത്തിൽ പ്രമാദമായിട്ട് പറയപ്പെട്ട ചില വചഭാഗങ്ങളിൽ നിന്നും 5-ഉം 6-ഉം 7-ഉം അധ്യായങ്ങൾ മലയിലെ പ്രസംഗം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം 5-ാം അധ്യായത്തിൻ്റെ തുടവി ഗിരിപ്രഭാഷണത്തിലെ അഷ്ടഭാഗ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ കർത്താവ് എടുത്തിട്ടത് കുരിശിൽ കിടന്ന് പറഞ്ഞ അവസാന ഭാഗമാണ്, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈ മനുഷ്യർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ എന്ന് തൻ്റെ നൊമ്പരങ്ങളും അവസാനത്തുള്ള രക്തവും കർത്താവ് കൊടുത്തുകൊണ്ട് പറയുകയാണ്. ഇത് പറയുമ്പോൾ ഈശോ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാകുന്നത് ക്ഷമിക്കുന്ന സ്നേഹമാണ്. ഇവരോട് പൊറുക്കണമേ എന്ന് പറഞ്ഞത് ദൈവസ്നേഹമല്ല, ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത ക്ഷമിക്കുന്ന സ്നേഹമാണ്. അവിടെ 5-ാം അധ്യായത്തിൽ 23 മുതലുള്ള തിരുവചനം ഇങ്ങനെ പറയുന്നു, നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർക്കുകയാണെങ്കിൽ, നിനക്ക് വിരോധമുണ്ടെങ്കിലേ ഒന്നല്ല, ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് നീ അവിടെ ചോർക്കുകയാണെങ്കിൽ വെലുവസ്തിയോട് വെക്ക്, ചെന്ന് രമ്യപ്പെട്, അതിനുശേഷം വന്ന് എനിക്കുള്ള കാഴ്ച അർപ്പിക്കാൻ ഈശോ ആവശ്യപ്പെടുകയാണ്. ഈ വചനം പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു. CJ വർഗീച്ചൻ ഒരിക്കൽ ഞാൻ ആദ്യമായിട്ട് കേരളത്തിന് പുറത്തു പോരാൻ എന്നോട് ആവശ്യപ്പെട്ടു. അത് ഗൂഡല്ലൂരിനടുത്തൊരു പള്ളിയിൽ ഒരു ധ്യാനം, ഒരു കൺവെൻഷനാണ്, കൊളത്തുവൽ ടീമിൻ്റെ അതിമനോഹരമായൊരു പ്രോഗ്രാം. അവിടെ അച്ഛൻ പറഞ്ഞു, കൗൺസിലിംഗ് ആരംഭിക്കുന്നത് ചൊവ്വാഴ്ചയാണ്, ജോസ് രാവിലെ തന്നെ പോരെ കേട്ടോ എന്നോട് പറഞ്ഞു. അപ്പോൾ കല്ലാനോട്ട് നിന്നും ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറച്ച് പേര് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്, കൗൺസിലേഴ്സ്. അവരെന്നോട് പറഞ്ഞു, രാവിലത്തെ ഫസ്റ്റ് ബസ് 6 മണിക്ക് പോകുന്ന വണ്ടിക്ക് പോയാൽ സമയത്തിനെത്താം, ഒരുമാതിരി നേരെ സന്ധ്യാവതിന് മുമ്പ് എത്തായി പറഞ്ഞ സ്ഥലത്ത്. അപ്പം കുർബാന കാണാൻ പറ്റില്ല. ഞാൻ അവരോടൊന്നും മിണ്ടിയില്ല. കുർബാന കാണാത്തൊരു ദിവസം എനിക്കില്ല, ഉണ്ടാകരുതേ എന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്നൊരു തനിമയാണ് ഞാൻ. അമേരിക്കയിലൊക്കെ പോയപ്പോൾ ഈശോയുടെ 2 കാര്യമേ പറഞ്ഞുള്ളൂ. ഒന്ന്, എനിക്ക് എന്നും കുർബാന കാണണം, ആഴ്ചയിലൊന്ന് കുമ്പസാരിക്കണം. 2 കാര്യം. കർത്താവ് തിരിച്ചു പോരുന്ന അന്ന് വരെ എല്ലാ കാര്യങ്ങളും നിവൃത്തീകരിച്ച് തന്നത് ഞാൻ ഓർക്കുക. ഇപ്പോൾ ബൈ ചാൻസിൽ പറഞ്ഞതാ. അപ്പോൾ പോകാനായിട്ട് ഞാൻ ആദ്യം ചൊവ്വാഴ്ച ദിവസം മഠത്തിലാണ് കുർബാന. കോൺവെൻറ്റിൻ്റെ ചാപ്പലിലെ വാതിലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് വാതിൽ തുറന്നിട്ട് പിടിച്ചുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ കുർബാന കാണും. ഞാൻ നിൽക്കുന്ന ആർക്കും കാണത്തില്ല. അച്ഛന് കാണാം എന്നെ, ഞാൻ അച്ഛനെയും കാണും, സിസ്റ്റേഴ്സിനെയും കാണത്തില്ല. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്കിന്നൊന്നും, തലേദിവസം ഞാൻ വളരെയേറെ ഒരുങ്ങി. കാരണം മറുനാട്ടിലാണ് ധ്യാനം നടക്കുന്നത്, കൺവെൻഷൻ നടക്കുക. അപ്പോൾ കൗൺസിലിംഗ് ചെല്ലുമ്പോൾ അവിടെ കർത്താവിൻ്റെ ആത്മാവ് തന്നില്ലെങ്കിൽ എനിക്കൊന്നിനും കൊള്ളത്തില്ല. എന്നെ ആത്മാവിൽ നയിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഞാൻ ഈശോയോട് പറഞ്ഞു, ഞാനിനി എന്തെങ്കിലും ഒരുക്കാനുണ്ടോ? കുമ്പസാരിച്ച് വളരെയേറെ പ്രാർത്ഥിച്ചൊരുങ്ങി പോകാനായിട്ട് ഒരുങ്ങിയപ്പോൾ കുർബാന കണ്ടേച്ച് പോകണമെന്ന് തോന്നിച്ചു. ഞാൻ കുർബാന കാണാൻ മടത്തിപ്പോയി. കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എനിക്കിനി ഒന്നുമില്ലല്ലോ പറയാൻ, എനിക്കിനി ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല, ഞാൻ പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് സുവിശേഷ ഭാഗ്യം അച്ഛൻ വായിച്ചത് ഈ ഭാഗമാണ്. നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ട് വന്നാൽ മതിയെന്ന്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്ക് എൻ്റെ നാട്ടിൽ ഒരു വ്യക്തിയുമായിട്ട്, ആൾ ഇച്ചിരി മുതിർന്നയാളാണ്, സമൂഹത്തിൻ്റെ മുമ്പിലും ഇടവകയിലും ഒക്കെ മുതിർന്നൊരു തനിമയാണ്. ആ പുള്ളിയോട് പല കാര്യങ്ങൾ ഞങ്ങൾ ഇടപഴകുമ്പോൾ ഇത്തിരി അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. പറഞ്ഞാൽ പുള്ളിയുടെ പറയുന്ന ലോജിക്ക് പുള്ളി പാസ്സാക്കിയിട്ട് മാറുള്ളൂ, ഞാനൊട്ട് വിട്ടുകൊടുക്കുകയില്ല. ഇങ്ങനൊരു വിഷയമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഈശോ എനിക്ക് ആ പുള്ളിയോട് ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ കാര്യങ്ങൾ പറഞ്ഞ് ഇഷ്ടപ്പെടാതെ വന്നതിന് ഞാൻ ക്ഷമ ചോദിച്ചതാണ്. അതുകൊണ്ട് എനിക്കിനിയും ഒന്നും പറയാനില്ല കേട്ടോ എന്ന് ഞാൻ കൗണ്ടറായിട്ട് ഈശോയോട് പറഞ്ഞു. കർത്താവ് വന്നതിന് പറഞ്ഞൊരു വാക്കുണ്ട്, നിനക്ക് അവനോട് ഒന്നുമില്ലെന്നത് ശരിയാ, പക്ഷെ അവന് നിന്നോട് ഉള്ളിൽ വിരോധം കിടക്കുകയാണ്. അതുകൊണ്ട് നീ ഒന്നുകൂടെ ചെന്ന് രമ്യപ്പെട്ടിട്ട് നീ പൊക്കോളാൻ പറഞ്ഞു ധ്യാനത്തിന്. എൻ്റെ ഈശോയെ ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയില്ല. കാരണം അവൻ്റെ മകളെയും ഞാൻ കാറ്റഗിസം പഠിപ്പിക്കുന്നത് മുതിർന്ന ക്ലാസ്സിൽ. ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. എന്നാൽ നീ കുർബാന കാണണ്ട എന്നൊരു ഭയങ്കര വടംപിടുത്തമായി ഉള്ളിൽ കിടന്ന് മനസ്സിൽ ഭയങ്കര ബലംപിടുത്തം. കുർബാന കാണാൻ പറ്റുന്നില്ല. കാഴ്ചവെപ്പ് കാസായം പീലാസ് താത്തിപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, എന്നാൽ ഞാൻ കൗൺസിലിങ്ങിൽ പോകുന്നില്ല, നീ ധ്യാനവും പരിപാടി നിർത്തി. ഇനി അവിടെ വീട്ടിൽ ചെന്ന് എന്നെ പറഞ്ഞാൽ അവൻ എന്നെ കുറവാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് തോന്നിച്ചു,
കുർബാന കാണാൻ പറ്റത്തില്ലാണോ ആയപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്ക് കുർബാന കാണണം. അപ്പോൾ പറഞ്ഞു, രമ്യപ്പെട്ട് പോയിട്ട്. ഇത് ഞാനും ഈശോയിട്ട് വടംപെടുത്തുവാണ്. തീരുമാനമെടുത്തു. ഞാൻ കുർബാന കണ്ടു, മനോഹരമായിട്ട് കുർബാന. തീരുമാനമെടുത്ത നിമിഷം ഞാൻ അവനോട് രമ്യപ്പെട്ടിട്ടേ ഒന്നുകൂടെ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്ന് തീരുമാനമെടുത്തപ്പോൾ എല്ലാ പ്രശ്നവും തീർന്നു. ഞാൻ ആ മനുഷ്യൻ്റെ കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഓടാനേ, ധ്യാനത്തിന് പോകാൻ ഓടുകയല്ലേ ചെയ്തേ, അവൻ്റെ വീട്ടിലെ ലക്ഷ്യമാക്കാൻ വിട്ടു. വീടിന് മുറ്റത്ത് 7:30 ആയിട്ടുണ്ടാവും, 7:30 ആകുന്നു. അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് കയറിയപ്പോൾ പട്ടികളുണ്ട് ആ വീട്ടിൽ. എന്നെ തിന്നാനാണ് വരുന്നത്. 2-3 വന്നാൽ കടി പിടിക്കും. എനിക്ക് അതിനൊന്നും പേടിയില്ല. ഞാൻ മുമ്പോട്ട് അടുത്തിട്ട് ആ വീട്ടിൽ നിന്ന് ആരും ഇറങ്ങി വരുന്നില്ല. ആദ്യം ഞാൻ പോയൊരു വീടാണ്. ആ വീട് അതിനു മുമ്പ് പോയിട്ടില്ല എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ വിഷമമായി. പട്ടി എന്നെ കടിക്കുകയും ചെയ്യും. ഒരു മക്കൾ 2 ആണും പെണ്ണുമുണ്ട്. ആരും ഇറങ്ങി വന്നില്ല. ഇങ്ങേരും വരുന്നില്ല. എൻ്റെ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് നിന്നപ്പോൾ ഈ പുള്ളി മുഖം തൂത്തുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ആ ജോസേ വാടാ, നീ എന്തി വന്നേ? എന്നെ വിളിച്ച് കാര്യമായിട്ട് കൂട്ടിക്കൊണ്ട് കയറ്റി കസേരയിലിരുത്തി. ഇരുന്ന് കഴിഞ്ഞപ്പോഴേ ഭാര്യയോട് പറഞ്ഞു, ജോസ് കുർബാന കഴിഞ്ഞാൽ വന്നിരിക്കുന്നത്, കാപ്പി എടുത്ത് കൊടുക്ക്. ഞാൻ സന്തോഷമായി. കാപ്പി കുടിച്ചുകൊണ്ട് നിന്നപ്പോൾ പുള്ളി പറഞ്ഞു, നല്ല മലയോരങ്ങളില്ല, നല്ല ഏത്തക്ക പുഴുങ്ങി എടുത്തുകൊണ്ട് വെച്ചു. ഞാൻ സന്തോഷം കൊണ്ട് അതങ്ങ് മിഴുങ്ങി. ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ നീ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പലപ്പോഴും തമ്മാമിൽ ഇടപഴകുമ്പോൾ ഇങ്ങേർക്ക് എന്നെക്കൊണ്ട് വേദന ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ധ്യാനത്തിന് ഇന്ന് പോവുക, എനിക്കിനി ഒരുങ്ങാനൊന്നുമില്ല. കർത്താവ് എനിക്കൊരു ബോധ്യം തന്നു, നിങ്ങൾ രമ്യപ്പെട്ടിട്ട് പൊക്കോളാനും മാത്രം. അങ്ങേരും ധ്യാനം നന്നായിട്ട് അറിയുന്നയാളാണ്. എന്നോട് കുടുകൂടാ ചിരിച്ചുകൊണ്ട് ഞാൻ പഴം മുഴുവൻ തിന്നു കഴിഞ്ഞപ്പോഴാണ് കാപ്പിയും കുടിച്ചു. ഇങ്ങേര് പറയുക, എടോ അങ്ങനെ ഒരു പ്രത്യേക പ്രകൃതിയാണ്. തന്നെ ഏൽപ്പിച്ചിട്ട് ഇപ്പം കരണക്കുറ്റിക്കിട്ട് 2 തന്നിട്ട് ഇറക്കി വിടുകയാണ് വേണ്ടി എന്നൊരു ഡയലോഗ്. എൻ്റെ ഈശോയെ എന്ന് ഞാനൊന്ന് വിളിച്ചു. ഉള്ളിൽ തിന്ന ഏത്തക്കായും കാപ്പി എതിലേ പോയെന്നറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഈശോയെ നീ എനിക്ക് അനുവദിച്ച് തന്നത് ഇങ്ങനെയല്ലേ? സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഒരെതിരും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ആയിക്കൊള്ളട്ടെ, അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഞാനിത് വീട്ടിൻ്റെ മുറ്റത്ത് കയറിയപ്പോൾ ഇങ്ങനെ ഇറങ്ങി വന്നവിടെ ഞാൻ മുറ്റത്തിൻ്റെ മൂലിക്കോട്ട് കൂട്ടിക്കൊണ്ട് പോയി. എന്തിനാണെന്നറിയോ? രഹസ്യത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ വന്നത് ഇന്ന വിഷയത്തിനാണ്. അതുകൊണ്ട് നമ്മൾ രമ്യപ്പെടണമെന്നൊരു ബോധ്യമുള്ളതുകൊണ്ടാണ്. അങ്ങനെ ഇത്ര ഉള്ളോടോ എന്ന് പറഞ്ഞ് എന്നെ കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയതും കാപ്പി തന്നതും കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, തനിക്കിട്ട് വേണ്ടി തിന്നതാണെന്ന്. ഞാനൊന്നും മിണ്ടിയില്ല. നല്ല ഫോമായിട്ട് രമ്യതയുടെ ടോപ്പിൽ ധ്യാനത്തിന് പോകുകയായതുകൊണ്ടും ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ചും കിട്ടിയ മെസ്സേജ് ആയതുകൊണ്ട് ഞാൻ ഒരു പരസ്യമായിട്ട് ചോദിക്കുക, രഹസ്യമായിട്ടല്ല ഞാൻ പറഞ്ഞത്, പരസ്യമായിട്ട് ഞാൻ പറയുന്നു, രമ്യപ്പെട്ടു, ക്ഷമിക്കണം, ഞാൻ പോട്ടെ. ചിരിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയി. പോകുന്ന വഴിക്ക് എൻ്റെ ചങ്കത്ത് കത്തി എന്നാ വെച്ചാലും കത്തും ഉറപ്പാണ്. അത്ര വേദനയാണ്. വീട്ടിൽ വന്ന് എനിക്ക് കാപ്പി തന്നു. ഞാൻ ബാഗ് എടുത്തുകൊണ്ട് യാത്രയായി. പോകുന്ന വഴിയിലൊക്കെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പോയി. ഏതാണ്ട് ഗൂഡല്ലൂർ കഴിഞ്ഞ് മദ്രാസിൻ്റെ ഭാഗങ്ങളിൽ കയറിയപ്പോൾ അവിടെയാണ് കൺവെൻഷൻ നടക്കുന്നത്. സന്ധ്യയായി ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ നേരത്തെ എത്തിപ്പോയി. ചെന്ന് കഴിഞ്ഞു, കൗൺസിലിംഗ് ആരംഭിച്ചു. ഇടിവാളിന് തീ പിടിക്കുന്ന രീതിയിലാണ് മനുഷ്യൻ്റെ ഇടപെടൽ ഞാൻ കണ്ടത്. ഭയങ്കരമായിട്ട് ആത്മാവിൻ്റെ ഒഴുക്ക് ഞാൻ കണ്ടു. അവസാനം അച്ഛൻ എന്നോട് പറഞ്ഞു, എല്ലാവരും പോയി, ജോസ് മാത്രം പോകരുത്, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. കൈവ് പ്രാർത്ഥനയ്ക്ക് നിൽക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. കൈവ് പ്രാർത്ഥനയുടെ സമയമായപ്പോൾ ഇടിവാളിന് തീ പിടിക്കുന്ന സ്പീഡിലാണ് ഭാഷാപരത്തിൻ്റെ കൃപ മനുഷ്യർക്ക് കൊടുക്കുന്നത്. ഞങ്ങളെല്ലാം നിരന്ന് നിന്ന് വർക്കിച്ചനോടൊപ്പം നിന്ന് കൗൺസിലിംഗ് നടത്തുക, കൈവ് പ്രാർത്ഥന നടത്തുകയാണ്. കൈവ് കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് ഞാൻ സിസ്റ്ററിനെ തട്ടിയിട്ട് പറഞ്ഞു, സിസ്റ്ററെ തീ പാറുന്നുണ്ടല്ലോ, അത്ര സ്പീഡിലാണല്ലോ ഭാഷാപരത്തിന് കൃപ ലഭിക്കുന്നത്. എല്ലാവരും മറുഭാഷയിൽ ഇങ്ങനെ സ്തുതിക്കുക, കണ്ണുനീരിൻ്റെ കൃപ. ജോസേ ഇത് ആത്മാവിൻ്റെ ഒഴുക്കാന്ന് പറഞ്ഞു. ഞാൻ കൊച്ചാന്ന്, ഏതാണ്ടൊരു 30-35 കൊല്ലം മുമ്പത്തെ കഥയായി പറയുന്നത്. ഞാൻ ധ്യാനത്തിന് ചെന്ന് ഉടനെ ഉണ്ടായ ആദ്യത്തെ സംഭവമാണ് മറുനാട്ടിൽ പോകുന്നത്, സ്റ്റേറ്റ് വിട്ടു പോയത്. ഏതായാലും നാട്ടിലൊക്കെ വന്നു. ഏറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു വിഷയമുണ്ടായി. ഈ മനുഷ്യന് ഞാൻ ഇങ്ങർക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതാ എൻ്റെ വിഷയം. ദിവസം ഒരു 9 നേരം ഈ മനുഷ്യന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. ആത്മാവ് എന്നോട് അങ്ങേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും, ഞാൻ പ്രാർത്ഥിക്കും. ഏതാണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, ആ വ്യക്തി, ആളെ പറയാൻ പാടില്ലല്ലോ, സ്ത്രീതിരയിൽ തലയ്ക്കകത്ത് എന്തോ ഭയങ്കര ട്യൂമർ പ്രശ്നമാണ്, ചികിത്സയിലാണ്, ഏതാണ്ട് ബുദ്ധിമുട്ടാണെന്നാണ് അറിയുന്നത്.
ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അങ്ങേരെ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ പോയി കിടന്നോളാൻ പറഞ്ഞു. തലയിൽ ഇങ്ങനെ തണുപ്പ് തലവേദന കൊണ്ട് പൊട്ടിയിട്ട് തുണി നനച്ചിട്ടിരിക്കുക. ഞാനൊരു ദിവസം കയറി ചെന്ന് 2 പേരുമായിട്ട് കൂട്ടുകാർ പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള പിള്ളേരാണ് കയറി ചെന്നത്. കണ്ണ് തുറന്നു. ഞങ്ങൾ ഇങ്ങനെ വന്നതാണ് കാണാനായിട്ട്. അവൻ പ്രാർത്ഥിക്കണമെന്നൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ മനസ്സുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് നന്നായിട്ട് ഉരുക്കിയെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവ് ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എടുത്തുകൊണ്ട് ഈ മനുഷ്യന് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ അർപ്പിക്കുക. എന്തിനാ? ഇങ്ങൾക്ക് പരിപൂർണ്ണ സൗഖ്യം കൊടുത്ത് നാളെ വൈകിട്ട് അങ്ങാടി ചെല്ലുമ്പോൾ ഇങ്ങനെ അങ്ങാടി കാണണം. അത്ര ക്ലോസ് പറഞ്ഞുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒറ്റ വാക്ക് പറയുകയാണ്. പിറ്റേ ദിവസം വൈകിട്ട് ഈ മനുഷ്യൻ്റെ എല്ലാം പരിച്ഛേദ അസ്വസ്ഥത മാറി അങ്ങാടി കൂടെ നടപ്പുണ്ട്. ഇതുമല്ല, ഏറെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യന് ഒരു വിഷയം വന്ന്, എന്തോ ഒരു അസ്വസ്ഥത വന്ന് ജീവൻ പിരിയുന്ന രംഗം ആയി, മരിച്ചു. വ്യക്തമായിട്ട് പറയുകയാണ്, ഇങ്ങേരുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ കർത്താവ് ഇത് പരിഹരിക്കപ്പെട്ടത്. ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥനാനുഭവത്തിലൂടെ പരിഹരിക്കപ്പെട്ടെങ്കിലും ആത്മാവിന് എന്തോ വിഷയം പറ്റി, അല്ലെങ്കിൽ പറ്റിയെന്ന് പറയാൻ പറ്റില്ല. ഈ മനുഷ്യൻ്റെ ആത്മാവ് ഇതിനു മുമ്പിലേക്ക് പറന്നു കയറുന്നു, മരിച്ചു. ഞാൻ ഈശോയോട് ചോദിച്ചു, എന്താ പറ്റിയത്? കർത്താവ് ചെന്ന് പ്രാർത്ഥിച്ചു പാടിയ ആ മനുഷ്യൻ്റെ അസ്വസ്ഥത മാറിയതിൻ്റെ കാര്യമല്ല. കർത്താവ് എനിക്ക് പറഞ്ഞു, നിൻ്റെ ക്ഷമിക്കുന്ന സ്നേഹം ആ പ്രാർത്ഥനാ നിമിഷത്തിൽ ഞാനോട് വിളമ്പുകയായിരുന്നു. ഇതാ പോയിൻ്റ്. നമ്മൾ കർത്താവിന് മുമ്പിൽ ഒരാളെ ക്ഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ, ചെല്ലുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേ ദിവസങ്ങളായിട്ട് ഇരുന്നതാണെങ്കിൽ ആ വ്യക്തിക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നത് കാണാൻ പറ്റും. എത്രയോ അനുഭവങ്ങൾ. ഞാൻ പറഞ്ഞത് നിരുപാധികം ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ചാണ്. അതാ കർത്താവ് പറഞ്ഞത്, നീ ബലിപീഠങ്ങൾ കാഴ്ചയേർപ്പിക്കാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമാണ് നീ ഓർക്കുന്നത്, നിനക്കില്ല. നീ അവനോട് വീണ്ടും ചെന്ന് രമ്യപ്പെട്ട ശേഷം മാത്രമേ നീ ബലി അർപ്പിക്കാൻ വരാവുള്ളൂ. ദേവാലയത്തിലേക്ക് വരുന്നത് അങ്ങനെ ആയിരിക്കണമെന്ന് അത് ഞാൻ സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണത നമ്മൾ കാണുന്നുണ്ട്. എവിടെയാണ്? ഗാഗുൽത്തായിൽ കർത്താവ് പീഡ സഹിച്ച അവസാനത്തുള്ളി രക്തം പെടഞ്ഞു വീഴുന്ന സമയത്ത് ഈശോ പറഞ്ഞു, ആ രംഗം ഗാഗുൽത്തായ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയും. ഗാഗുൽത്തായിൽ ആകാശം, സൂര്യൻ ഇരുണ്ടു, അന്തരീക്ഷം ഇരുണ്ടുപോയി, മുഴുവൻ ഭയങ്കര മേഘാവൃതമായി, കൊടുങ്കാറ്റിരമ്മി, പാറകൾ പിളർന്നു. കർത്താവ് ജീവൻ പിരിയുന്ന രംഗത്തിലേക്ക് വരികയാണ്. ആ സമയത്ത് പിതാവിന് മനസ്സിലായി, തൻ്റെ പുത്രൻ, കർത്താവ് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, അതെന്നറിയണം കേട്ടോ. പിതാവിന് പുത്രൻ ഈ പീഡ മുഴുവൻ സഹിച്ച് മരിച്ചാലും മനുഷ്യകുലത്തിൻ്റെ രക്ഷ നടക്കുകയില്ല. രക്ഷ നടക്കണമെങ്കിൽ ഒറ്റ കാര്യം വേണം, ഈ മക്കളോട് ഈ നൊമ്പരങ്ങൾ മുഴുവൻ സമർപ്പിച്ച് ഈശോ ക്ഷമിച്ച് ഇവരെ അനുഗ്രഹിക്കണമെന്ന് പറയണം. കർത്താവിന് മനസ്സിലായി, പിതാവിൻ്റെ മനസ്സടയുമ്പോഴാണ് ലോകാവസാനം. പിതാവ് വിട്ടാൽ ലോകം തീർന്നു. കർത്താവ് കുരിശിൽ കയറി അവസാന രക്തം വീഴുമ്പോൾ കർത്താവ് മരിക്കാൻ ഒരുങ്ങുന്ന രംഗമാണെങ്കിൽ കർത്താവിന് പ്രതീക്ഷിച്ചത് പിതാവിന് കിട്ടിയിട്ടില്ല. ഗാഗുൽത്തായിലല്ല, ഗത്സമേനിയിൽ പീഡ സഹിക്കാനായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്ന നിമിഷം മുതൽ ഗാഗുൽത്താമലയിലെല്ലാം പൂർത്തിയാകുന്ന നിമിഷം വരെ പിതാവിൻ്റെ സ്വരത്തിന്, പുത്രൻ്റെ സ്വരത്തിന് പിതാവ് കാതു കൊടുത്തില്ല. പുത്രൻ്റെ സ്വരത്തിന് പിതാവ് കാതു കൊടുത്തില്ലെങ്കിലും എല്ലാം പിതാവ് അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ പുത്രന് പിതാവ് എന്ത് ചെയ്യുന്നു അറിയാൻ പറ്റിയില്ല. ലോകത്തിൽ എൻ്റെയും നിൻ്റെയും വിഷമമാണിത്. എന്തോന്നാ, എൻ്റെ ദൈവം എന്നെ കാണുന്നില്ലേ എന്ന് 100 പേര് ചോദിക്കും ഒരു വിഷമം വരുമ്പോൾ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം കാണുന്നറിയുന്നുണ്ട്. അതെ, പിതാവ് അറിയുന്നുണ്ടെന്ന് അപ്പോൾ പുത്രന് ബോധ്യമായി. എൻ്റെ ഈ നൊമ്പരം മുഴുവൻ പിതാവ് കാണുന്നേ. അപ്പോഴാണ് ഈശോ പറഞ്ഞത്, ഈ നൊമ്പരങ്ങൾ മുഴുവനും കൊടുത്തിട്ട് അപ്പച്ചാ ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ആ നിമിഷം നടന്ന അനുഭവം പറയുന്നുണ്ട്. ഉണ്ടായത് ജെറുസലേം ദേവാലയത്തിന് തിരിച്ചിൽ നടുവെ 2ആയിട്ട് കീറി, സൂര്യൻ പ്രകാശിച്ചു, കൊടുങ്കാറ്റ് അവിടെ നിന്നു, ലോകം ശാന്തമായി. അപ്പോഴാണ് പുത്രന് മനസ്സിലായത് തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചത് ക്ഷമിക്കുന്ന സ്നേഹത്തിലാണെന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞതിൻ്റെ എല്ലാം പൂർത്തിയായി, എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ക്ഷമിച്ചു കഴിഞ്ഞപ്പോഴാ, പുത്രൻ ക്ഷമിച്ചപ്പോഴാ.
പുത്രൻ ക്ഷമ ചോദിച്ച് പിതാവിൻ്റെ മുമ്പിൽ ഈ തൻ്റെ നൊമ്പരങ്ങളും പീഡകളും മുഴുവൻ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു, എൻ്റെ മക്കളെ ഒന്നിനെയും തൊട്ടേക്കരുതെന്ന് പറഞ്ഞ ആ നിമിഷമാണ്, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പുത്രൻ പറഞ്ഞ നിമിഷമാണ് ലോകത്തിൻ്റെ രക്ഷ നടന്നത്. അതുകൊണ്ട് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ വാലിഡിറ്റി, നീ എന്തെല്ലാം പുണ്യം ചെയ്താലും, പ്രത്യേകിച്ച് കോറിന്ത്യ ലേഖനം 13-ാം അധ്യായം പറയുന്നുണ്ട്, നീ നിന്നെ മുറിച്ചു പങ്കിട്ടാലും നിനക്ക് സ്നേഹമില്ലെങ്കിൽ നീ മുഴങ്ങുന്ന ചെമ്പ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു സംശയവും വേണ്ട. നിരുപാധികം ക്ഷമിക്കാനും ആയിരിക്കുന്ന അവസ്ഥയിൽ അവനെ, എൻ്റെ സഹോദരനെ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും സ്വീകരിക്കാനും നന്ദി പറയാനും എനിക്ക് പറ്റുന്നില്ല എങ്കിൽ നീ എന്നാ പുണ്യം ചെയ്തിട്ടും ഒരു കാര്യമില്ല. നീ എത്ര സുവിശേഷം പറഞ്ഞിട്ടും, നീ എവിടെതെല്ലാം കയറി നിന്ന് പ്രഘോഷിച്ചിട്ടും, നീ നിരുപാധികം ക്ഷമിക്കാൻ നീ തയ്യാറല്ലെങ്കിൽ അവനെ, അവളെ, അവരെയൊക്കെ ആയിരിക്കുന്ന അവസ്ഥയിൽ സ്വീകരിച്ച ദൈവത്തിൻ്റെ മനോഭാവം നിനക്കില്ല എങ്കിൽ നിൻ്റെ കാര്യം എനിക്കറിയത്തില്ലെന്ന് ഞാൻ പറയും. അന്യനെ വിധിക്കാൻ ഞാൻ ആരാ? എൻ്റെ സഹോദരനെ വിധിക്കാൻ ഞാൻ ആരാ? ഞാൻ ആരുമല്ല. അതുകൊണ്ട് നിരുപാധികം ക്ഷമിക്കുന്ന സ്നേഹമാണ് സ്നേഹത്തിൻ്റെ കാകുൽത്ത എന്ന് പറയുന്നത്. ഒരു സംശയവും വേണ്ട. ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണത്തിലേക്ക് നമുക്ക് വരാം, നമുക്ക് വളരാം, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ.